ജൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് അടീനിയം പൂക്കൾ വളരെ ഇഷ്ടമാണ്. പല നിറത്തിലൊക്കെ ഉണ്ട്. ഇത് നാടനാണ്. ഇതിന് ധാരാളം പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഹൈബ്രിഡ് എങ്ങനെയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. എന്തൊക്കെ പോട്ടി മിക്സാണ് വേണ്ടത്. ഈ അടീനിയം വാങ്ങിയിട്ട് ഒരു കൊല്ലത്തോളമായി. അവരന്ന് മാറ്റണ്ടെന്ന് പറഞ്ഞിരുന്നു. വേറൊരു പോട്ട് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഹോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ വലിയ പോട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചരലാണേ. ഇത് എന്താ പറയുക കണ്ടോ, ഇത് കുറച്ച് ചരലെടുത്തിട്ടുണ്ട്. അത് അടിയിലിട്ട് കൊടുക്കാനാണ്. പിന്നെ പോട്ടി മിക്സ് ഇത് ഗാർഡൻ സോയിൽ ഒരു കുറച്ച്, പിന്നെ മണലെടുത്തിട്ടുണ്ട് കുറച്ച്. അതെല്ലാം ഏകദേശം തുല്യമായിട്ട് പിന്നെ കാണിച്ചത് നമ്മുടെ കമ്പോസ്റ്റാണ്. പിന്നെ അല്പം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി അല്പം ഫംഗിസൈഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സ്യൂഡോമോണസ് ആണ്. നമുക്കിഷ്ടമുള്ള ഫംഗിസൈഡ് ആഡ് ചെയ്യാം. അപ്പോൾ അതും കൂടെ അല്പം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അറിയാമല്ലോ, അടീനത്തിന് വെള്ളം ഒട്ടും തങ്ങി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരാഴ്ചയിൽ ഒന്നൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാലും നല്ലപോലെ പൂക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ സ്യൂഡോമോണസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാട്ടാനുള്ള പോട്ട് എടുത്ത് വയ്ക്കാം. എടുത്തിട്ട് നമ്മുടെ ഇതില്ലേ ചരലിട്ട് കൊടുക്കുന്നുണ്ട് അടിയിൽ. കാരണം വെള്ളം ഒട്ടും കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ബാക്കി ഇനി പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുവാണേ. പോട്ടി മിക്സ് ഒരു അരഭാഗം എടുത്തിട്ടില്ല ഞാൻ. കാൽഭാഗിന് നമുക്ക് ഈ ചെടി ഇതിനകത്തൊന്ന് ഇളക്കി മാറ്റാം. ഇത്തിരി ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒത്തിരി വിട്ട് വരാൻ പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പതുക്കെ ഒന്ന് നനച്ചിട്ട് എടുക്കുകയാണേ. എപ്പോഴും നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടാണ് എടുക്കാനായിട്ട്. ബൾബൊക്കെ നല്ലപോലെ ഉണ്ട്. വേരൊക്കെ നന്നായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ പോട്ട് ചെറിയ പോട്ടായിരുന്നു, ഇനി മാറ്റിയില്ലെങ്കിൽ പൂ കൊണ്ടാകാനൊക്കെ പ്രയാസമാണ്. ഇത് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. നല്ല ഒരു കളക്ഷനുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. കണ്ടോ, ബൾബൊക്കെ നല്ല ഹെൽത്തിയാണ് പ്ലാന്റ്. വേരുകളൊക്കെ നല്ലപോലെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ സെൻട്രലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അറിയാമല്ലോ, അടിയിൽ നമ്മൾ ബൾബ് മുഴുവനും മൂടിപ്പോകാത്ത രീതിയിൽ വേണം പോട്ട് മിക്സ് ഇടാനായിട്ട്. എത്ര വർഷം വേണമെങ്കിലും നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു അടീനി ഉള്ളത് എനിക്ക് തോന്നുന്നു 8-10 വർഷത്തെ പഴക്കമുണ്ട് അടീനിയത്തിൽ നിന്ന്. വലിയ ബൾബാണ് അതിൻ്റെ. ഞാൻ ഈയിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒന്ന് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ആദ്യം നമ്മൾ നനച്ചു കൊടുത്തിട്ട് ഇന്നൊരു ദിവസം തള്ളത്തിരുന്നോട്ടെ. നാളെ വീണ്ടും അത് നല്ല വെയിലത്തേക്ക് മാറ്റാവുന്നതാണ്. അറിയാം, നമുക്ക് നല്ല വെയിലത്ത് നിന്നാൽ മാത്രമേ അടീനിയത്തിൽ പൂവുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതൊക്കെയാണ് അടീനിയം റിപ്പോർട്ട് ചെയ്യുന്ന രീതി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. നല്ല ഭംഗിയായിട്ട് നട്ടു വെച്ചിട്ടുണ്ട്. ഇനി പൂ ഉണ്ടാകുമ്പോൾ നിങ്ങളെ വീണ്ടും കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.